ആമേൻ. ചില പോരാട്ടങ്ങളുണ്ട്, നമ്മൾ തിരിച്ചറിയണം ഈ ദിവസങ്ങളിൽ. സ്തോത്രം. അത് തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടാൻ നമുക്ക് കഴിയണം. മിണ്ടാതിരിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. സ്തോത്രം. മിണ്ടാതിരിക്കേണ്ട കാലം കഴിഞ്ഞു. ഇനി മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എഴുന്നേറ്റ് പോരാടേണ്ട സമയമായി. സ്തോത്രം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ സർവായുധവർഗം നമുക്ക് നൽകി തന്നിട്ടുള്ളത് കൊണ്ട് ആ സർവായുധവർഗങ്ങളെ ധരിച്ചുകൊണ്ട് അവൻ്റെ സകല തന്ത്രങ്ങളോടും എതിർത്ത് നിൽപ്പാൻ ഈ നാളുകളിൽ നാം സജ്ജരായി എഴുന്നേറ്റ് മതിയാകൂ. കാരണം ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവടുത്തു. സ്തോത്രം. സഭയുടെ പോക്ക് നാം ശ്രദ്ധിച്ചാൽ ആമേൻ, സ്തോത്രം, ഇത് വളരെ ശോചനീയമായ ഒരു പോക്കാണ്. നമുക്കിതിങ്ങനെ വിടാൻ പറ്റത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, നമുക്കിതിനെ പിടിച്ചെടുത്തേ പറ്റത്തുള്ളൂ. നമുക്കിതിനെ മടക്കി കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ധൈര്യത്തോടെ, ആമേൻ, പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, സ്തോത്രം, ധൈര്യത്തോടെ, പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, സ്തോത്രം. ഇതൊന്നുമില്ലാതെ ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം പറ്റത്തില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രം നേടാൻ പറ്റത്തില്ല. ധൈര്യം സംഭരിച്ച് മുമ്പോട്ട് കടന്നു വരണം. സ്തോത്രം. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കരുതെന്നല്ല, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാൽ മാത്രമേ, ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ജാതി ഒഴിഞ്ഞു പോകത്തുള്ളൂ. ആമേൻ. അങ്ങനെയെങ്കിലും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാകണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഞാൻ ഒന്ന് ചേർത്ത് പറയാം, ഉപവസിക്കാൻ തയ്യാറാകണം. കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഉപവസിക്കാൻ സമർപ്പിക്കണം. സ്തോത്രം. ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ കാലം പോകുന്ന പോക്കിൽ പറയും ഉപവസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപവസിച്ചാൽ വയറുവേന വരും, വൈകുന്നേരം വരെ കഴിക്കാതിരുന്നാലും കുഴപ്പമില്ല. ഉപവസിച്ചാൽ വയറുവേനയൊന്നും വരത്തില്ല. സ്തോത്രം. ഗ്യാസ്ട്രിക് ഒന്നും ആകത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അനേക നാളുകൾ ഉപവസിച്ച അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ അറിയാം. ഷുഗറും പ്രഷറും ഉള്ളവരെ അറിയാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ തിയോളജിയൊക്കെ മാറ്റി വെച്ചിട്ട്, നമ്മുടെ ചിന്താഗതി, നമ്മുടെ ലോകത്തിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട്, സ്തോത്രം, ദൈവത്തിൽ ബലം പ്രാപിക്കാൻ ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ബുദ്ധി ഉപദേശിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം പ്രാർത്ഥനയേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ധൈര്യത്തോടെ മുമ്പോട്ട് വരിക, പ്രാർത്ഥിക്കുക. സ്തോത്രം. ഒരുക്കമുള്ളവരായിരിക്കുക. ഒരുങ്ങിയിരുന്നോണം. സ്തോത്രം. കുഞ്ഞിൻ്റെ കഥ നമുക്കറിയാമല്ലോ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിട്ട് കൊടയുമായിട്ട് വന്ന കുഞ്ഞ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുങ്ങി വരണം. ഒരുക്കത്തോടെ ആയിരിക്കണം. ചിലതൊക്കെ പ്രാപിക്കാൻ തക്കണം. ഒരുക്കമുള്ളവരായിരിക്കണം. വെറുതെ പ്രാർത്ഥിക്കാൻ വരരുത്. ഒരുക്കമുള്ളവരായിട്ട് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ വരണം. ദൈവത്തിന് മഹത്വം. സങ്കീർത്തന ഭാഗത്തേക്ക് മടങ്ങി വരാം. 119 സങ്കീർത്തനം തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കുക. ആദ്യത്തെ 8 വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഈ ആഴ്ച അടുത്ത 8 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് എന്തുവാ? യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നടപ്പിൽ നിഷ്കളങ്കരായിത്തീരുന്നത് എങ്ങനെയാ? നടപ്പിൽ നിഷ്കളങ്കരായിത്തീരുവാൻ എങ്ങനെ കഴിയും? 9ാമത്തെ വാക്യത്തിൽ പറയുക, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാ? നിഷ്കളങ്കമാക്കുന്നത് എങ്ങനെയാ? മലമില്ലാത്തതാക്കുന്നത് എങ്ങനെയാ? സ്തോത്രം. കർത്താവിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നത് കൊണ്ട്. അതാ ഞാൻ പറഞ്ഞേ. സ്തോത്രം. ലോകത്തിൻ്റെ തത്വപ്രകാരം സൂക്ഷിച്ചാൽ ജീവിതത്തെ നിർമ്മലമായി സൂക്ഷിക്കാനൊന്നും കഴിയത്തില്ല. ഇഷ്ടം പോലെ പാപം ഇങ്ങനെ കയറി വരും. പക്ഷേ സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിൽ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, അത് നമ്മളെ ശുദ്ധീകരിച്ച് നിർമ്മലരായി ജീവിപ്പാൻ നമ്മെ സഹായിക്കും. സ്തോത്രം. വചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലമായിരിക്കണം ഇത്. വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഓരോന്നിനെ വചനത്തോട് തട്ടിച്ചു നോക്കണം. കമ്പയർ. അതിനെന്നാ പറയുന്നത്? ഇപ്പം ഫോണൊക്കെ മേടിക്കാൻ നമ്മൾ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോഡൽസ് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഒരു കമ്പാരിസൺ ഓപ്ഷനുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ പ്രവൃത്തികളെയും ഈ വചനവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. കോമ്പാറ്റബിളായിട്ടാണോ നമ്മൾ പോകുന്നത്? നമ്മൾ ഈ വചനവുമായിട്ട് താതാത്മ്യപ്പെട്ടാണോ പോകുന്നത്? എന്നാലേ ഉള്ളൂ നടപ്പിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിഷ്കളങ്കമാക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 1, വചനപ്രകാരം നിന്റെ നടപ്പിനെ സൂക്ഷിക്കണം. അടുത്ത് പറയാ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ട് നടപ്പാൻ എനിക്ക് ഇടവരരുത്. 2ാമത്തെ വാക്യം കഴിക്കുമ്പോഴും നമ്മൾ അതാ കാണുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിക്കുന്ന ഒരു ഭക്തൻ, അല്ലേ? സ്തോത്രം. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? ദൈവത്തെ അന്വേഷിക്കണം. കൽപ്പനകൾ എന്ത് ചെയ്യരുത്? വിട്ട് നടക്കരുത്. പ്രിയ കുഞ്ഞുങ്ങളെ,
ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കട്ടെ, ദൈവകൽപ്പനകൾ എന്ത് ചെയ്യരുത്? വിട്ടു നടക്കരുത്. ദൈവകൽപ്പനകളെ വിട്ടു നടക്കുന്നത് ആപത്താണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം 84-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിലിരുന്ന് പറഞ്ഞു, അത് കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമാണ്. കോരഹ് കൽപ്പന വിട്ട് നടന്നു. കോരഹ് പുത്രന്മാർ കൽപ്പനയോട് ചേർന്ന് നടക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. കോരഹ് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി ഭൂമി അവനെ മൂടി വാവിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. പക്ഷെ കോരഹ് പുത്രന്മാർ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കുന്ന ഒരാരാധന ഗണമായി മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം കൽപ്പനയോട് ചേർന്ന് നടക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. കൽപ്പന വിട്ട് നടക്കുന്ന സ്വഭാവം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. ഇന്ന് നമുക്ക് കൽപ്പനയോട് ചേർന്ന് നടക്കുന്നതിനേക്കാൾ ലോകത്തോട് ചേർന്ന് നടക്കുന്നത് ഇഷ്ടം. നമ്മുടെ ശരീരം, നമ്മുടെ ഫ്ലഷ്, അതിനാണ് നമ്മുടെ ജഡം നമ്മളെ അതിനാണ് കൂടുതൽ ആകർഷിക്കുന്നത്. പക്ഷെ കൽപ്പനയല്ല വിടേണ്ടത്, ലോകത്തെ വിടണം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അതിനെ വളച്ചൊടിക്കാൻ നമുക്ക് ഇന്ന് കാലത്ത് ഒത്തിരി ഇഷ്ടമാണ്, അല്ലേ? നമ്മളതിനെ വളച്ചൊടിക്കും. കൽപ്പനയെ ചേർത്ത് പിടി. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ അതിനെ വെറുക്കാൻ നമുക്ക് കഴിയണം. പഠിക്കണം. സ്തോത്രം. പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഓരോ സ്ഥലങ്ങളിലും ഇസ്രായേൽ ജനത്തെ നിലനാട്ടുമ്പോൾ, അവരുടെ ദേശത്തെ അവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവിടെയുള്ള വിഗ്രഹങ്ങളെ അവൻ അവിടെ നിന്ന് നീക്കും. ദേശത്തൊരു ശുദ്ധീകരണം നടത്തും. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. അതിനോട് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യരുത്? പറ്റിപ്പോകരുത്. അതിന് വലിയ 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 ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. അതിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഗ്രീക്ക് ദേവ കഥകളൊക്കെ പഠിക്കുമ്പോൾ, ഗ്രീക്ക് പുരാണങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഗ്രീക്ക് പുരാണങ്ങളിൽ കാണുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോ ദേവന്മാർ ഓരോ സ്വഭാവങ്ങളുടെ ദേവന്മാരാണ്. സ്തോത്രം. അവരെ കാണുമ്പോൾ നമ്മളിൽ എന്താ തോന്നുന്നേ? ഈ സ്വഭാവത്തോട് അനുരൂപരായിത്തീരും. എന്തൊക്കെയാ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. ആ സ്വഭാവത്തോട് അനുരൂപരായിത്തീരും. അതുകൊണ്ട് കർത്താവ് നിന്നോ, നിങ്ങൾ അവരുടെ സ്വഭാവത്തോട് അനുരൂപരാകാനല്ല. കഴിഞ്ഞ ദിവസം രാവിലത്തെ സന്ദേശത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവൻ്റെ ദിവ്യ സ്വഭാവങ്ങളോട് അനുരൂപരാകാൻ വിളിക്കപ്പെട്ടവർ മറ്റുള്ള സ്വഭാവങ്ങളോട് അനുരൂപരാകാൻ പോകരുത്. കൽപ്പന വിട്ട് നടക്കരുത്. കൽപ്പന വിട്ട് നടക്കാൻ പ്രമാണമില്ല പ്രിയമുള്ളവരെ. കൽപ്പന വിട്ട് നടക്കാൻ കോംപ്രമൈസ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് കൽപ്പനയോട് ചേർന്ന് നടക്കണം. കൽപ്പനയോട് ചേർന്ന് നടക്കണം. കൽപ്പനയെ മുറുകെ പിടിക്കണം. നിന്റെ പ്രമാണങ്ങൾക്കായിട്ടുള്ള വാഞ്ച കൊണ്ട് എൻ്റെ ഹൃദയം, സ്തോത്രം, സകല ജാഗ്രതയോട് നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളണം. സ്തോത്രം. അതെങ്ങനെയാ സാധിക്കുന്നത്? കർത്താവിൻ്റെ കൽപ്പനയോട് ചേർന്ന് നടക്കുമ്പോൾ. കർത്താവിൻ്റെ കൽപ്പനയോട് ചേർന്ന് നടക്കണം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ അടുത്തത് ഇതാ. ദൈവത്തിൻ്റെ വചനത്തെ എല്ലാവരും എന്നെ ഒന്ന് നോക്കിക്കേ. സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇന്നുണ്ടോ? ഇന്ന് വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ സങ്കീർത്തനം ഏതാന്ന് ചോദിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. സ്തോത്രം. പലപ്പോഴും കേൾക്കുന്ന സന്ദേശങ്ങൾ ഈ വാതിലിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ തലയിൽ നിൽക്കാത്തൊരനുഭവത്തിലും ഒരു കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. ഇന്നലെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ആനന്ദ് പറയായിരുന്നു, അഡോണിയയ്ക്ക് എല്ലാ കഥകളും അറിയാം, പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ മനപ്പാഠവാക്യം എന്ത് ചെയ്തില്ല? പഠിച്ചുകൊണ്ട് വന്നില്ല. ആനന്ദ് കഥ പറയുന്നതിന് മുന്നേ അവൾ ഇവിടെ വന്ന് ആ കഥ പറഞ്ഞു. എങ്ങനെ അറിയാവുന്നതെന്ന് കേട്ടോണ്ടിരുന്ന ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. സ്തോത്രം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കുഞ്ഞിനെ പറയുമ്പോൾ ആർക്കും വേദനിക്കത്തില്ലല്ലോ. വചനത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം നമ്മളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ നഷ്ടപ്പെട്ടു പോകുന്നു. പകരം അവരൊത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അവരുടെ ഈ കമ്പ്യൂട്ടറിൽ ഒത്തിരി കാര്യങ്ങൾ സ്റ്റോർ ആവുന്നുണ്ട്. ബട്ട് നോട്ട് ദ വേർഡ്. വചനമല്ലാത്തതെല്ലാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ജീവിതത്തിൽ നമ്മളെ നടത്തുന്നത് ഈ വചനമാണ്. അതുകൊണ്ട് ബാക്കി ഏതിനെ കൊടുക്കുന്നതിന് മുന്നേ, സ്തോത്രം, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നെന്ന് എനിക്ക് ഉറപ്പ് തരുന്ന ഒരു വചനം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലുണ്ട്. സ്തോത്രം.
എൻ്റെ ആഴങ്ങളിൽ നിന്ന് എൻ്റെ ഹൃദയം പറയും, ഭയപ്പെടേണ്ട കുഞ്ഞെ, ഭാരപ്പെടേണ്ട കുഞ്ഞെ, നിനക്ക് ഞാനുണ്ടെന്ന്. എങ്ങനെ? ആരാ പറയുന്നേ? പാസ്റ്റർ പ്രസംഗമോ? അല്ല, അല്ല, വചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നിർമ്മലരായിട്ട് നടക്കണമെങ്കിൽ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല കുരുക്ക് വാക്യങ്ങളും പലരും ചോദിക്കുമ്പം, അല്ലെങ്കിൽ പലരും വചനത്തെ വളച്ചൊടിക്കുമ്പം, ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ചെറുപ്രായത്തിൽ പഠിച്ചു വെച്ച വചനം എണീറ്റ് വന്നിട്ട് പറയും, അങ്ങനെ അല്ലടാ, നോ, ദാറ്റ്സ് നോട്ട് ദ വേർഡ്. നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ദാറ്റ്സ് നോട്ട് ദ വേർഡ്, അങ്ങനെയല്ല വചനം. അത് വചനം എന്ത് ചെയ്തതാ? ഇഷ്ടത്തിന് തക്കണം വളച്ചതാ. വരണം, ഇത് വരണം, ഇത് വരണം. ഈ കാലഘട്ടത്തിൽ യേശുവിന് ഇത് ആവശ്യമായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇത് ആവശ്യമാണ്. അന്ത്യകാലം വരുമ്പോൾ ദുരുപദേശത്തിൻ്റെ അങ്ങേയറ്റത്തെ കളി വരുമെന്നാണ് പറയുന്നത്. സ്തോത്രം. സ്വസ്നേഹികളായി പ്രസംഗിക്കും. സ്വന്തം തീരുമാനങ്ങളും സ്വന്തം പദ്ധതികളുടെയും നിവർത്തീകരണത്തിലേക്കായി സ്വന്തം ആശയങ്ങളുടെ പ്രൂവിങ്, അതിനെന്നാ പറയുന്നത്, അതിനെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ തക്കവണ്ണം വചനത്തെ ഇട്ട് കോട്ടിക്കളയുന്ന, അങ്ങനെയല്ലേ പറയുന്നത്, വചനത്തെ കോട്ടിക്കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാക്കുകൾ മാറ്റും. സ്തോത്രം. ചിന്ത മാറ്റാൻ മാറിപ്പോരുത്. ഹൃദയത്തിൽ പറയണം, നോ, ദാറ്റ്സ് നോട്ട് ദ വേർഡ്. ഹൈപ്പർ ഗ്രേസ് വരും. ഹൈപ്പർ ഗ്രേസ് വന്നിട്ട് പറയും, നീ എന്തു പാപത്തിൽ വേണേലും ജീവിച്ചോ, യേശുവിൻ്റെ മുന്നിലോട്ടങ്ങ് വന്ന് വീണാ മതി, യേശുവേ എന്ന് വിളിച്ചാൽ മതി, പാപം ചെയ്യുമ്പോഴും യേശുവേ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയൂര്. സ്തോത്രം. അപ്പോൾ വചനം പറയും, നോ, പാപത്തോട് നിനക്ക് യാതൊരു സംബന്ധവുമില്ല. കാരണം പാപത്തിൽ നിന്ന് സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തവനാണ് നിന്റെ നായകൻ. നീ പാപത്തിന് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവകുഞ്ഞാണെന്ന് ദൈവത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് വചനം, വേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വചനം വേണം, വചനം പഠിക്കണം. അതേത് പ്രായം, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഇത് പറയുന്നത്, വലിയവരുടെ കാര്യത്തിലുമുണ്ട്, വലിയവരുടെ കാര്യത്തിലുമുണ്ട്. മുതിർന്നവർക്കും വചനം വേണം, കുഞ്ഞുങ്ങൾക്കും വചനം വേണം. അതുകൊണ്ട് ആബാലവൃദ്ധ എല്ലാവർക്കും ആവർത്തന പുസ്തകത്തിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ലിറ്റർജീസൊക്കെ എഴുതുന്നത് അവരുടെ വീട്ടിൽ പാടേണ്ട പാട്ടുകളും വചനങ്ങളും ഒക്കെ ഉണ്ട്. സ്തോത്രം. അത് പറഞ്ഞേക്കുന്നത് കട്ടളമടിയിലും കട്ടളമേലും കുറുമ്പടിമേലും ഒക്കെ അത് വെച്ചിരിക്കണം, ചുവരുകളിൽ എഴുതിയിരിക്കണം. ഈവൻ ചില സ്ഥലത്ത് പറയുന്നത് നെറ്റിയിൽ പതിച്ചിരിക്കണമെന്ന്. സ്തോത്രം. ഊഹിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മുടെയൊക്കെ മേത്തൊക്കെ എന്തുവാ പതിക്കുന്നത്? സ്തോത്രം. കർത്താവ് ഒഴിച്ചുള്ളതെല്ലാം ഉണ്ട്. നാളുകളിൽ പ്രിയമുള്ളവരെ മടങ്ങി വരണം, മടങ്ങി വരണം. മടങ്ങി വരവ് അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശു ഒഴിച്ചുള്ളതെല്ലാം നമുക്കുണ്ട്. സ്തോത്രം. യേശു എന്ന് പറയുമ്പോൾ, ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ, ദൈവ സഭ എന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, ഞാൻ ഉൾപ്പെടെ പലപ്പോഴും നമുക്കെന്തില്ല? നേരവും ആഗ്രഹവും വാഞ്ചയൊന്നുമില്ല, പേരിനെ ഉള്ളൂ മരണം. ഓടിപ്പോവാ, യഹോവേ നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണം. ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ശരിക്കും ചിന്തിച്ചൊരു ഭാഗമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഡു യു പ്രേ? യേശുപ്പജ അവിടുത്തെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണേ. വചനമായിട്ട് സമയം ചെലവഴിക്കാറുണ്ടോ? സ്തോത്രം. ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കാം, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാമല്ലോ, ചില സമയത്ത് വേദപുസ്തകമൊക്കെ എടുത്തിരുന്നിട്ട് വചനം വായിച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും, ദൈവമേ ഇതെനിക്ക് ഇതിൻ്റെ മർമ്മങ്ങളെ, അന്നൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങളെ, ഇതൊക്കെ ഇതിൻ്റെ മർമ്മങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഒത്തിരി മർമ്മങ്ങളുണ്ടെന്നാ. സ്തോത്രം. മിസ്റ്ററീസ്. സ്തോത്രം. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ, നിങ്ങളുടെ സാധാരണ കണ്ണുകളിലും റലത്തിലും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത പലതും നിങ്ങൾ ആത്മാവിൽ ദൈവസന്ധി മുഴങ്കാലിലിരുന്ന് വേദപുസ്തകവുമായിട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ സത്യമാണ്. അതുകൊണ്ട് വചനത്തിൽ നിന്ന് ഉപദേശം പ്രാപിപ്പാൻ, ദൈവത്തിൽ നിന്ന് ഉപദേശം പ്രാപിപ്പാൻ ഈ നാളുകളിൽ നിങ്ങളുടെ മുഴങ്കാലുകൾ മടക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകട്ടെ. അത് വെളിപ്പെടുത്തി തരും നിന്റെ കുഞ്ഞ് എതിലെയാ പോകുന്നതെന്ന്. സ്തോത്രം. അത് വെളിപ്പെടുത്തി തരും നിനക്കെതിരായി കയറി വരുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന്. അത് വെളിപ്പെടുത്തി തരും നിന്റെ ശരീരത്തിന്റെ അനുഭവങ്ങളെ, ശരീരത്തിന്റെ അവസ്ഥകളെ. സ്തോത്രം. അത് വെളിപ്പെടുത്തി തരും നിനക്ക് വേണ്ടതായിരിക്കുന്ന വിടുതലിനെ. സ്തോത്രം. വെറുതെ പറയുന്നതല്ല, അവൻ വചനമയച്ച് സൗഖ്യമാക്കുന്നവനെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ
പറയുന്നത് കൊണ്ട് ഈ വചനത്തിന് ശക്തിയുണ്ട്. അതുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന. അതുകൊണ്ട് ഇത് ഉപദേശിക്കപ്പെടാൻ തക്കണം എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. പോവാ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുന്നത്, ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിൻ്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കും. ഇത് ജീവിതത്തിലുണ്ടോ? മറ്റുള്ളവരോട് പറയുന്നൊന്നുമല്ല. മറ്റുള്ളവരോട് പറയുന്നതിന് മുന്നേ ജീവിതത്തിൽ ഒറ്റയ്ക്കാകുന്ന നേരങ്ങളിൽ, ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ വചനം ഉരുവിടാറുണ്ടോ? സ്തോത്രം. സ്പീക്ക്, യു വിൽ സീ മിറാക്കിൾസ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ അതും ഇതുമൊക്കെ പറയുന്നതിന് പകരം സ്പീക്ക് ദ വേർഡ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഉരുവിടുക. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എന്ത് ചെയ്യുക? ഡിക്ലെയർ ചെയ്യുക. സ്തോത്രം. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരും. സ്തോത്രം. മാറ്റങ്ങളെ കൊണ്ടുവരും. നിശ്ചയമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ പ്രതിസന്ധികളെ നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും, യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ വചനം എന്നോട് പറയുന്നു, ആകയാൽ കർത്താവേ ഈ വിഷയത്തിൽ എനിക്ക് വിടുതലുണ്ട്. സ്തോത്രം. പറഞ്ഞു നോക്ക് 10 പ്രാവശ്യം. പിശാച് ഓടുന്നത് കാണാം. കാരണം പിശാച് വലിയ കാര്യത്തിൽ കർത്താവിനെ പരീക്ഷിക്കാൻ വന്നു. 4 വചനം തിരിച്ചു പറഞ്ഞപ്പോൾ വാലും ചുരുട്ടി ഓടിയവനാണെങ്കിൽ ഈ നാളുകളിൽ എനിക്കും നിനക്കും എതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങൾ വാലും ചുരുട്ടി ഓടുന്നത് കാണുവാൻ ഈ വചനം മതി. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ വചനത്തെ വർണ്ണിക്കുക. കർത്താവിൻ്റെ വചനത്തെ സ്തോത്രം ഉരുവിടുന്ന ഒരു സ്വഭാവം. അടുത്തത്, ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. സ്തോത്രം. ഇതൊരു ആനന്ദമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഒത്തിരി കാശുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകും. സ്തോത്രം. നിശ്ചയമാണ്. അതാർക്കും മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒത്തിരി സമ്പത്തുള്ളതിൻ്റെ നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു, അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നത് കുറഞ്ഞു പോയേക്കുന്നത്, അല്ലേ? സ്തോത്രം. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഈ സമ്പത്തിൽ ആനന്ദിക്കുന്നത് പോലെ എനിക്കുള്ള സർവ്വസമ്പത്തിലും, പൈസയുടെ കാര്യം മാത്രമല്ല ഇവിടെ പറയുന്നത്, സർവ്വസമ്പത്തിലും എന്നാണ് പറയുന്നത്. സർവ്വസമ്പത്തിലും എനിക്ക് ചിലപ്പോൾ ഒക്കെ ഒരു ഡിലൈറ്റ് തോന്നാറുള്ള പോലെ, എനിക്കിതൊക്കെ ഉണ്ടല്ലോ കർത്താവേ സ്തോത്രം, എനിക്കിതൊക്കെ ഉണ്ടല്ലോ സ്തോത്രം, എനിക്ക് മക്കളുണ്ടല്ലോ സ്തോത്രം, എനിക്ക് സമ്പത്തുണ്ടല്ലോ സ്തോത്രം എന്നൊക്കെ ഒരു സ്തോത്രം പറയുന്നത് പോലെ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് സന്തോഷിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? ഡു വി ഡിലൈറ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്? പലപ്പോഴും കർത്താവിൻ്റെ വചനത്തോട് ആ ഒരു സന്തോഷമുള്ള സമീപനം നമുക്ക് ഉണ്ടോ എന്നുള്ളതെന്ന് പകൽക്കാലം ചിന്തിക്കണം. സ്തോത്രം. ഓടിപ്പോകുകയാ. ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിൻ്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യും. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും കർത്താവിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുന്ന ഒരു സ്വഭാവം, അവൻ്റെ വഴികളെ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. ഇത് വീണ്ടും പറയുന്നതുകൊണ്ട് ആർക്കും ബോറടിക്കരുത്. സ്തോത്രം. ആർക്കും മനസ്സ് മടുത്തു പോകരുത്. സ്തോത്രം. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 1-ാമത്തെ വാക്യം തുടങ്ങി 8-ാമത്തെ വാക്യത്തിലെത്തുമ്പോഴത്തേക്കിനും നമ്മളെല്ലാവരും ശാന്തരായി പോകുക. സ്തോത്രം. അത് പേഴ്സണൽ റിഫ്ലക്ഷൻ്റെ സമയമാണ്. സ്തോത്രം. പേഴ്സണലി റിഫ്ലക്റ്റ് ചെയ്തിട്ട് കർത്താവിൻ്റെ സന്നിധി പറയണം, കർത്താവേ സ്തോത്രം, നിൻ്റെ വചനങ്ങളെ ധ്യാനിക്കും, നിൻ്റെ വഴികളെ ഞാൻ സൂക്ഷിക്കും, ഞാൻ നിൻ്റെ ചട്ടങ്ങളിൽ ഒന്ന് വായിച്ചേ. കണ്ടോ എൻ്റെ ചട്ടങ്ങളിൽ രസിക്കുന്ന. എന്തിലൊക്കെയാണ് രസിക്കുന്നത് അല്ലേ? ഒന്ന് ചിന്തിക്കണം. അതൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് പോകണേ. ചുമ്മാ പോവല്ലേ? സ്തോത്രം. എന്തിലൊക്കെയാണ് രസം? സ്തോത്രം. കുഞ്ഞുങ്ങളുടെയൊക്കെ രസം, നമ്മൾ മുതിർന്നവരുടെ രസം. സ്തോത്രം. ചിലർക്ക് ട്രിപ്പ് പോകുന്ന രസം, ചിലർക്ക് എന്താ പറയുന്നത് അതും ഇതും കണ്ടുകൊണ്ടിരിക്കുന്ന രസം, ചിലർക്ക് കുറേ നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രസം. സ്തോത്രം. അങ്ങനെ എന്തൊക്കെ രസങ്ങൾ. ചുമ്മാ 1-2 ഉദാഹരണം പറഞ്ഞു. ബാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് രസം? സ്തോത്രം. പക്ഷെ വചനത്തിൽ രസിക്കുന്നവരായിരിക്കണം. വചനത്തിൽ രസിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്ത് പറയുക, നിൻ്റെ വചനത്തെ കാര്യം വരുമ്പം സ്തോത്രം. കർത്താവിൻ്റെ വചനത്തെ മറന്നു കളയല്ലേ. പാലം കടക്കുവോളം, പാലം കടന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം മറന്നു കളയുന്ന സ്തോത്രം അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ സ്തോത്രം.
ഇങ്ങനെ ദൈവവചനത്തെ സ്നേഹിക്കുന്നവരെങ്കിൽ ഒന്നാമത്തെ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങുമെന്ന് അവിടെ നിർത്തുകയാണ്. യഹോവയുടെ വചനം, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുകയാണ്. 1, വചനപ്രകാരം നടപ്പിനെ സൂക്ഷിക്കുക. 2, വചനത്തോട് ചേർന്ന് നടക്കുക. 3, വചനപ്രകാരം അല്ലെങ്കിൽ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സ്തോത്രം. ഈ 3 കാര്യങ്ങൾ ഈ ആഴ്ച നമ്മൾ ഈ 8 വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചു മുമ്പോട്ട് പോകുക. വചനം ധ്യാനിക്കാം. സ്തോത്രം. പിന്നെ എന്ന് പറഞ്ഞേ, വചനം സൂക്ഷിക്കാം, പിന്നെ വചനത്തിൽ രസിക്കാം, വചനം മറക്കാതിരിക്കാം. ഒന്ന് പറഞ്ഞേ, ചുമ്മാ വീട്ടിൽ പോയിട്ട് കാര്യമില്ല. ഒന്ന് പറഞ്ഞേ. വചനം ധ്യാനിക്കാം, വചനം വഴികളെ സൂക്ഷിക്കാം, വചനത്തിൽ രസിക്കാം, വചനം മറക്കാതിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.